ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SKVK സ്റ്റോറീസ്. വെറും 1 മണിക്കൂർ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതും കുക്കർ ചിക്കൻ ബിരിയാണി. അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നു ചിക്കൻ, പിന്നെ ബാക്കി അരമണിക്കൂർ പ്രിപ്പറേഷൻ. 500 ഗ്രാം ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/4 കപ്പ് തൈരും ഒഴിക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള 4 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ലേശം ഇഞ്ചി, ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, പിന്നെ 1.5 ടീസ്പൂൺ നാരങ്ങാനീര്, 6 ഗ്രാമ്പൂ, 4 ഏലക്ക, പിന്നെ ഒരു ചെറിയ പീസ് പട്ട. 4 പേർക്ക് വേണ്ടി 2 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. സ്റ്റൗവിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് നമ്മൾ ഒഴിക്കുന്നത്. നല്ലപോലെ തിളച്ച ശേഷം ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇത്രയും നമ്മൾ ഇട്ടിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 2 വലിയ സവോള അത് നമ്മൾ ഇടുവാണ്. ഇതിട്ടിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. വീണ്ടും ഇളക്കുക ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമ്മൾ ചതച്ചത് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ തക്കാളി, അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി എടുക്കുന്നു. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒരു 3 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം, നമ്മൾ ബസ്മതി റൈസ് 2 കപ്പാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 2 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് 1/2 കപ്പ് പുതിനയിലയും 1/2 കപ്പ് മല്ലിയിലയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ ഇത് ഞാൻ ഈ നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ നാരങ്ങാനീര്, നേരത്തെ ഒരുക്കി വെച്ച നാരങ്ങാനീരും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇപ്പം നമുക്ക് ബസ്മതി റൈസ് ചേർക്കാനുള്ള സമയമായി. 2 കപ്പ് ബസ്മതി റൈസാണ്. വെള്ളത്തിൽ റൈസ് മുങ്ങിക്കിടക്കുന്ന പോലെ വേണം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. 1 വിസിൽ അടിച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഫുൾ വിസിൽ പോയ ശേഷം മാത്രം തുറന്നു നോക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈസി ടു കുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഹായ്, നല്ല അടിപൊളി മണം. അപ്പോൾ ജസ്റ്റ് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ കുക്കർ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യാൻ പറ്റാത്ത, അപ്പോൾ നമുക്ക് ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബിരിയാണി ആർക്കും വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഈ പുറത്ത് പോയി ബിരിയാണി കഴിക്കുന്നതിലും ഒന്ന് ജസ്റ്റ് നമ്മളെന്തായാലും ചിക്കനും ചോറൊക്കെ എല്ലാ സൺഡേ നമ്മൾ ട്രൈ ചെയ്യുന്നല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. സൂപ്പർ സൂപ്പർ സൂപ്പർ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സാലഡും പപ്പടമൊക്കെ കൂട്ടി അടിക്കാവുന്നതാണ്. സാലഡ് ഉണ്ടാക്കാൻ തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക് അരിയുക, ഇത്തിരി തൈര് ഒഴിക്കുക, ഒന്ന് ഇളക്കുക, ഇത്തിരി ഉപ്പിടുക, പരിപാടി കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഫ്രം SKVK സ്റ്റോറീസ്.